ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആണ്. ഇപ്പോൾ രാവിലെ 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആദിക്ക് സ്കൂളില്ല, അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ലേറ്റായിട്ടാണ് എണീറ്റത്. അല്ലെങ്കിൽ അവന് ഫുഡൊക്കെ കൊണ്ടുപോകേണ്ടത് കൊണ്ട് ഒരു 5:45 ആകുമ്പോഴത്തേക്കും രാവിലെ എണീക്കാറുണ്ട്. അച്ഛൻ രാവിലെ തന്നെ അമ്പലത്തിൽ പോവും. നേരത്തെ പോയിട്ട് വരുന്ന വഴി പാലൊക്കെ മേടിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ അച്ഛൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മ രാവിലെ മുറ്റമൊക്കെ തെളിച്ച് കോലമൊക്കെ വരയ്ക്കും. അത് കഴിഞ്ഞിട്ട് രാവിലെ കോഫി ഉണ്ടാക്കണം. അപ്പോൾ അമ്മയാണ് കോഫി ഉണ്ടാക്കണത്. അപ്പോൾ പാല് കാച്ചിയിട്ട് അത് ഭഗവാനെ നൈവേദ്യം കഴിക്കുകയാണ് അച്ഛൻ. അപ്പോൾ അഷ്ടമിയൊക്കെ ആയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഗസ്റ്റുകൾ വരാൻ തുടങ്ങും. ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ, അമ്മയുടെ ഒരു റിലേറ്റീവ്സ്, ഒരു മാമി, രാജേശ്വരി മാമി, ഒരാൾ മാത്രമേ ഉള്ളൂ. ഉച്ചയാകുമ്പോൾ ഒരാൾ കൂടെ വരും. അപ്പോൾ എന്തായാലും ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ച് ഇത്തിരി നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് അവർക്ക് ഏട്ടനും ആദിക്കുമുള്ള കോഫി എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഏട്ടൻ എണീറ്റിട്ടുണ്ട്. ഇനി ആദിയെ കൂടെ വിളിച്ച് എണീപ്പിക്കണം. അപ്പോൾ അവന് എക്സാമൊക്കെ ആവുന്നു. അഷ്ടമിയൊക്കെ കഴിഞ്ഞ ഉടനെ എക്സാമിന് ടൈം ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. അഷ്ടമിയുടെ 8ാം ഉത്സവവും 9ാം ഉത്സവമൊക്കെ ആകുമ്പോൾ ഇനിയും ഗസ്റ്റുകൾ ഒരുപാട് പേര് വരാനുണ്ട്. ഞങ്ങളുടെ ട്രിവാൻഡ്രത്തു നിന്ന് വല്യച്ഛനും ഫാമിലിയൊക്കെ വരും. അതുപോലെ തന്നെ അമ്മയുടെ സഹോദരൻ തൃശ്ശൂരിൽ നിന്ന് അവരൊക്കെ വരുന്നുണ്ട്. മൊത്തത്തിൽ തിരക്കായിരിക്കും. അപ്പോൾ ആദ്യം എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് അവൻ പഠിക്കാനുള്ള സെറ്റപ്പിലോട്ട് മാറി. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1 തീയതിയാണ്. കൂടാതെ ഇന്ന് തൃക്കാർത്തികയാണ്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് താഴേക്ക് പോവാണ്. താഴെ കുറച്ച് ജോലിയുണ്ട്, ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ താഴേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ലഞ്ചൊന്നും ഉണ്ടാക്കണ്ട. ലഞ്ചൊക്കെ ഞങ്ങൾക്ക് സമൂഹ മഠത്തിലാണ്. അപ്പോൾ ഏട്ടനും ആദ്യം മാത്രം വരുന്നില്ല, ബാക്കി ഞങ്ങളെല്ലാവരും തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശമാവൊന്നും ഇരിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2 നാഴി പച്ചരി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുകയാണ്. നീർദോശ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് കുറച്ച് 1 മണിക്കൂറെങ്കിലും കുതിരണം. അപ്പോൾ അമ്മ അതൊക്കെ തൂത്തുവാരി വൃത്തിയാക്കുന്നു. അപ്പോൾ ഇനി എന്നിട്ട് കുറച്ച് നേരം സിറ്റ് ഔട്ടിലിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ ഇവിടെ രാവിലത്തേക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ട് ദോശയും ചമ്മന്തിയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചിരകി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തേങ്ങാവെള്ളം ഞാൻ മാറ്റി വെക്കാറുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ നീർദോശയ്ക്ക് അരയ്ക്കുന്നത്. അപ്പോൾ അമ്മയും മാമിയും കൂടി ഇവിടെ എൻ്റെ ഒരു സാരിയുടെ കുഞ്ചലം കെട്ടുവാണ്. പുതിയ സാരിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിങ്ങനെ കുഞ്ചലം കെട്ടാത്ത രീതിയിലായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി തരുവാണ്. അപ്പോൾ ഞാൻ ചമ്മന്തി അരയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. തേങ്ങയും കാന്താരിമുളകും പൊരികടല, കരിവേപ്പില, ഉപ്പ്, പുളി, കായപ്പൊടി ഇതൊക്കെ ചേർത്ത് നല്ല അടിപൊളി ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. പൊരികടല ചേർക്കാതെയും ചമ്മന്തി അരയ്ക്കാറുണ്ട്, പക്ഷേ ഇത് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആ മിക്സിയുടെ ജാറുകൂടെ ഒന്നുകൂടെ കഴുകിയിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കടുക്, ഉഴുന്നുപരിപ്പ്, കരിവേപ്പില, വറ്റൽമുളകൊക്കെ ഒന്ന് കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കി മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും അരി കുതിർന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മിക്സി ജാറിലിട്ട് അരയ്ക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ജീരകം കൂടി ചേർത്തായിരുന്നു, ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ തേങ്ങയും ജീരകവും അരിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേറെ കുറച്ച് ഈ മാവ് തന്നെ ആ മിക്സി ജാറൊന്ന് കഴുകി എടുത്തതാണ്. അപ്പോൾ അത് കുറച്ച് വെള്ളം പോലെ ഇരിക്കണം, നമുക്ക് കപ്പി കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലതുപോലെ സിമ്മിൽ വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. അതിൻ്റെ ചൂടാറിയിട്ട് ഈ മാവിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചാൽ മതി. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചാൽ നല്ല ദോശയാണ്. അപ്പോൾ അതിലേക്ക് ഇത്തിരി സോഡാപ്പൊടിയാണ് അമ്മ ചേർക്കുന്നത്. കുറച്ചിങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി ചേർക്കുന്നത്. അപ്പോഴേക്കും അച്ഛൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. ഇത് 2ാമത് അമ്പലത്തിൽ പോയതാണ്. രാവിലെ ഇവിടെ ഐക്യക്ഷേത്രത്തിലാണ് പോയത്. പിന്നെ തൃക്കാർത്തിക ആയത് കാരണം ഉദയനാപുരത്തും കൂടി ഒന്ന് പോയി തൊഴുതിട്ട് വന്നതാണ്. എന്നിട്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ആദ്യക്കൂട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് വന്നത്. അപ്പോൾ അവനും കൂടെ ഫുഡൊക്കെ കൊടുത്തു. ഇനി ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അടുക്കളയിലേക്ക് കയറും. അടുത്ത പരിപാടി നോക്കണം. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകിയൊക്കെ വെച്ചു. അതിന് ശേഷം നമ്മൾ വൈകുന്നേരത്തേക്ക് നിവേദ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ണിയപ്പവും പൊരിയും ഉണ്ടാക്കണം. അപ്പോൾ ഉണ്ണിയപ്പത്തിന് വേണ്ടിയിട്ട് അമ്മ കുറച്ച് പച്ചരി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ പഴവും പാളയംകുടം പഴവും ശർക്കരയും ചേർത്ത് ഉണ്ണിയപ്പത്തിനുള്ള മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ അമ്മ പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഉരുക്കുവാണ്. അപ്പോൾ അത് നന്നായിട്ട് ഉരുക്കി അരിച്ചെടുക്കണം, മണ്ണൊക്കെ കാണും. അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തേങ്ങാക്കൊത്ത് ചേർത്ത് ശർക്കരപ്പാനി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഒരല്പം ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഈ ശർക്കരപ്പാനി ഏകദേശം തക്കാളിപ്പരുവം കഴിഞ്ഞ് അടുത്ത പരുവം ആകുമ്പോഴേക്കാണ് ഈ പൊരി ഇട്ട് കൊടുക്കേണ്ടത്. ഇട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക. അപ്പോൾ ഉണ്ണിയപ്പവും പൊരിയും ഒക്കെ ഉണ്ടാക്കി തീർന്നു. എല്ലാവരും സമൂഹ മഠത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ജസ്റ്റ് അമ്പലത്തിലൊന്ന് കയറി സമൂഹ മഠത്തിലേക്കും പോവും. ആദ്യം ഏട്ടനും കൂടെ ഇവിടെ എന്തോ സോൾഡറിങ്ങും ചൂടാക്കി എന്തൊക്കെയോ പരിപാടികളിലാണ്. അപ്പോൾ ഞാൻ റെഡിയായിട്ട് വന്നപ്പോഴേക്കും നമ്മുടെ രണ്ടാമത്തെ ഗസ്റ്റ് ഇവിടെ എത്തി. ഇത് ചേട്ടൻ്റെ അച്ഛൻ്റെ പെങ്ങളാണ്, തിരുവനന്തപുരത്താണ്. അപ്പോൾ അഷ്ടമി വിടാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവർക്കും ഫുഡൊക്കെ കൊടുത്തു. അത്തയും ഒന്ന് ഫ്രഷപ്പായിട്ട് അങ്ങോട്ടേക്ക് സമൂഹ മഠത്തിലേക്ക് എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ഉച്ചയായി അപ്പോഴേക്കും ഉച്ചത്തെ ഫുഡ് കഴിക്കുകയാണ്. പിന്നെ എൻ്റെ അനിയത്തിയും കുട്ടിയും ഹസ്ബൻഡും അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. കാർത്തികയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്പവും പൊരിയും മാത്രമല്ല നിവേദ്യത്തിന് വെക്കുന്നത്, അടദോശയും കൂടി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും അടദോശയ്ക്ക് വേണ്ടിയിട്ട് പച്ചരി, പുഴുക്കലരി, അതുപോലെ ഉഴുന്ന്, പരിപ്പ്, കടലപ്പരിപ്പ്, ചെറുപയർ, വറ്റൽമുളക് ഇതൊക്കെ യഥാക്രമം യോജിപ്പിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വെക്കണം. ഏകദേശം ഒരു മണിക്കൂറോളം കുതിർന്നാൽ മതിയാവും. ഇനി വൈകുന്നേരത്തെ ചായയും കൂടി ഇട്ട് എല്ലാവർക്കും ഒന്ന് കൊടുക്കണം. ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്കൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. വൈകുന്നേരം തൃക്കാർത്തികയ്ക്ക് കത്തിക്കാനുള്ള വിളക്കാണ്. അപ്പോൾ അതൊക്കെ തിരിയൊക്കെ ഇട്ട് റെഡിയാക്കി വെക്കണം. ചെറിയ മഴക്കോളൊക്കെ ഉണ്ട്. മഴ പെയ്യുന്നുണ്ട്, ചെറുതായിട്ട് പൊടിമഴയൊക്കെ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലുതായിട്ട് കോലം വരയ്ക്കാനൊന്നും പറ്റിയില്ല. ചെറിയ രീതിയിൽ മാവ് അരച്ച് കോലം വരച്ചു. ഇനി പോയി ഒന്ന് റെഡിയായിട്ട് വരാം. അപ്പോൾ നല്ല മഴക്കാർക്ക് വെച്ച് വരുന്നുണ്ട്. മഴ ബുദ്ധിമുട്ടിക്കുമെന്ന് അറിയില്ല, എങ്കിലും ഞങ്ങളെക്കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും അമ്മയും മടിസാറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മടിസാർ എടുത്തുകൊണ്ട് വേണം നമ്മൾ തൃക്കാർത്തിക വിളക്കൊക്കെ കത്തിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയാകുകയാണ്. അപ്പോൾ വിളക്കിലൊക്കെ ചന്ദനം കുങ്കുമം ഒക്കെ ഇട്ട് കൊടുക്കുന്നൊരു പതിവുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് സന്ധ്യയായി വിളക്ക് കൊളുത്താം. സാധാരണ തൃക്കാർത്തികയ്ക്ക് വിളക്കുകളെല്ലാം തന്നെ വാതിക്കലാണ് വെക്കാറുള്ളത്. ഇപ്പോൾ ഈ മഴയുടെ പ്രശ്നം കാരണം ഞാൻ കുറച്ച് വിളക്കുകൾ പൂജാമുറിയുടെ ഭഗവാന്റെ അടുത്ത് കത്തിക്കുകയാണ് ഉണ്ടായത്. ബാക്കിയുള്ളതാണ് ഫ്രണ്ടിലെ പടിയിലും കോലം വരച്ച തിണ്ണയിലൊക്കെ ആയിട്ട് കത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചേർന്ന് ഒന്നിച്ച് ഞാനും അമ്മയും കൂടി വിളക്ക് കൊളുത്താൻ തുടങ്ങിയിട്ട് ബാക്കി എല്ലാവരും കൂടി ചേർന്ന് വിളക്ക് മതിലിലും ഒക്കെ കത്തിച്ച് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നൈവേദ്യത്തിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പച്ചരിയും പുഴുക്കലരിയും പരിപ്പുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ അടദോശയ്ക്ക് വേണ്ടി ഒന്ന് അരച്ചെടുക്കാനാണ് പോകുന്നത്. ഒരു മിക്സി ജാറിൽ കുറച്ച് കറിവേപ്പിലയും ഈ അരിയും ഉഴുന്നും പരിപ്പും ഒക്കെ കൂടെ ചേർത്ത് ഒരുപാട് പേസ്റ്റ് ആവരുത്, ജസ്റ്റ് തരിതരിപ്പോട് കൂടി ഒന്ന് അരച്ചെടുക്കണം. ഇനി അടദോശ ചുട്ടെടുത്തു. ഇപ്പോൾ തൃക്കാർത്തികയുടെ ഏറ്റിയിറക്കൽ എന്ന് പറയുന്നൊരു ചടങ്ങാണ്. ആദ്യം അമ്മയാണത് ചെയ്യുന്നത്. വിളക്ക് കൊളുത്തി അത് അണയ്ക്കും. അങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്യും. പിന്നെ നമസ്കാരമൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഹസ്ബൻഡിനെ നമസ്കരിക്കും ആദ്യം. പിന്നെ അച്ഛനെ അമ്മയെ നമസ്കരിക്കുന്ന ചടങ്ങാണ്. അപ്പോൾ അതൊക്കെ ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ കാർത്തിക വിളക്കൊക്കെ കത്തിച്ചു. അതിന് ശേഷം ഞങ്ങളെല്ലാവരും വീണ്ടും അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലത്തിൽ കയറിയിട്ട് കുറച്ച് സമയം അവിടെ ചിലവഴിച്ചിട്ടാണ് ഞങ്ങൾ സമൂഹ മഠത്തിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡ്, അവരുടെ അമ്മ, എൻ്റെ അച്ഛനമ്മ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ ഭയങ്കര തിരക്ക് തന്നെയാണ്. അപ്പോൾ താലപ്പൊലിയും അതിനോടൊപ്പം വന്ന പ്ലോട്ടുകളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ക്ഷേത്രത്തിനകത്ത് കയറി തൊഴുതതിന് ശേഷം ഞങ്ങൾ സമൂഹ മഠത്തിലേക്ക് പോയി. അപ്പോൾ അവിടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. എന്തുകൊണ്ടും കുറച്ച് തിരക്കുള്ളൊരു ദിവസം തന്നെയായിരുന്നു.
അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഇത്തിരി നേരം മൊബൈലൊക്കെ നോക്കി, പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനും സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും തന്നെ രാത്രിയായി, എല്ലാവരും ടയേർഡായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിനി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ നല്ല വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.